ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം, ഇന്ത്യയിലെ സുപ്രീം കോടതി ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും അപമാനത്തോടെ നിൽക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളുടെ പ്രൊട്ടസ്റ്റിൽ ഡൽഹി പോലീസ് കിരാതമായി പെരുമാറിയപ്പോൾ അതിനെതിരെ വന്ന ഒരു അപ്പീൽ, ആ അപ്പീൽ തള്ളുകയോ പരിഗണിക്കുകയോ ചെയ്യാം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ആ പരാതിക്കെതിരെ നടത്തിയ പരാമർശം വീണ്ടും രാജ്യത്ത് വലിയ ചർച്ചയായി. ഒരു ജഡ്ജ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ടാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം വലിയ ചർച്ചയ്ക്ക് വകവെച്ചു. അദ്ദേഹം പറഞ്ഞത്, ഈ വീഡിയോ കാണാനോ മറ്റോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പോലീസ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അവർ ടൈം. ഞങ്ങൾ സമയം പാഴാക്കാനില്ല. ഭരണഘടന സംരക്ഷിക്കേണ്ട ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമാണ് ഇത്തരം നിസ്സംഗമായ നിഷേധാത്മകമായ സമീപനം രാജ്യത്തെ പൗരന്മാരോട് സ്വീകരിച്ചിരിക്കുന്നത്, വിദ്യാർത്ഥികളോട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയായി. സുപ്രീം കോടതിയിലെ അഭിഭാഷകർ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരുമിച്ചുകൂടി അവർ ഭരണഘടനയുടെ പ്രയാമ്പിൾ വായിച്ചു. വിദ്യാർത്ഥികൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയുണ്ടായി. സീനിയർ മോസ്റ്റ് അഭിഭാഷകർ. ഈ പ്രൊട്ടസ്റ്റ് മോദിയും അമിത്ഷായും കണക്ക് കൂട്ടിയതിനപ്പുറം പോയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു കണ്ണിൽ പൊടിയിടുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി ഈ വിഷയത്തിൽ നരേന്ദ്രമോദി പ്രതികരിക്കുന്നത്. ധീരമായി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. മുംബൈയിൽ ഇന്നലെ നാം കണ്ടു, റിയ എന്ന് പറയുന്ന ഒരു യുവതി ശിവാജി പാർക്കിന് സമീപം സമരം ചെയ്യുന്നവരെ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ ഡിറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, ആ വാനിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മഴയത്ത് പ്രതിഷേധിച്ചു. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് വാഹനം തടഞ്ഞു. പോലീസിൻ്റെ പ്ലാൻ പാളി. വലിയ ധീരമായ പ്രതിഷേധമാണ് ഇന്ത്യൻ യുവത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്യുക എന്ന കശ്മീരിൽ സ്വീകരിച്ച നടപടി മോദി ഗവൺമെൻറ് ഡൽഹിയിൽ സ്വീകരിക്കുന്നു. ജന്തർ മന്ദറിന് സമീപമുള്ള കടകൾ അടച്ചിടാൻ നിർദ്ദേശിക്കുന്നു. സമരം ചെയ്യുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ലഭിക്കാതിരിക്കാനുള്ള കുബുദ്ധിയാണ് BJP സ്വീകരിക്കുന്നത്. എന്നാൽ എല്ലാ പ്ലാനുകളും തകർത്തുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ആരംഭിച്ച സമരം ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദപരമായ സമീപനത്തെ തിരുത്തുന്നതായിരിക്കും. ജനാധിപത്യത്തിൽ വിയോജിക്കാനും സമരം ചെയ്യുവാനുമുള്ള അവകാശം നിഷേധിക്കാൻ ഒരു കോടതിക്കും ഒരു പോലീസിനും ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല എന്ന് CJP തെളിയിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ തെളിയിച്ചിരിക്കുകയാണ്. അവർ നിലകൊള്ളുന്നത് ഒരു കോസിന് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും ആദ്യഘട്ടത്തിൽ ഭരണകൂടം അംഗീകരിച്ചിരുന്നില്ല. സമരം ചെയ്യുന്നവരെ തീവ്രവാദികളാക്കിയോ വിദേശ ഫണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടോ ഇപ്പോൾ സമരം പൊളിക്കാൻ സാധിക്കുകയില്ല. കാരണം സമരം നടത്തുന്നത് മോദിയെപ്പോലെ അമിത്ഷയെപ്പോലെ വിവരമില്ലാത്തവരല്ല, പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള ഒരു തലമുറയാണ് സമരം നടത്തുന്നത്. അറിവും വിദ്യാഭ്യാസവുമുള്ള ഒരു തലമുറയുടെ സമരം വിഡ്ഢിത്തം കൊണ്ട്, പഴയ ആയുധങ്ങൾ കൊണ്ട് പൊളിക്കാൻ BJPക്ക് കഴിയില്ല, ഭരണകൂടത്തിന് കഴിയില്ല, ഗോദി മീഡിയകൾക്ക് കഴിയില്ല. അവരുടെ ആഖ്യാനവും വ്യാഖ്യാനവും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗോദി മീഡിയകൾ വിശ്വാസ്യത നഷ്ടപ്പെട്ട് അവർ നഗ്നരായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ശബ്ദമുയർത്തുന്നതും വിയോജിക്കുന്നതും സമരം ചെയ്യുന്നതും രാജ്യദ്രോഹ കുറ്റമാണെന്ന് ചിത്രീകരിക്കുന്ന, ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന മോദി ഗവൺമെൻറ്റിന് ഇപ്പോൾ അടിതെറ്റിയിരിക്കുകയാണ്. ജനങ്ങളെക്കാൾ വലിയ ഒരു ശക്തി
ജനാധിപത്യത്തിൽ ഇല്ല എന്ന് BJPയും നരേന്ദ്രമോദിയും തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നത്. ഡെമോക്രസിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഈ സമരം നിമിത്തമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.